എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരപലഹാരമാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ ഒരു ക്രിസ്മസ് അതുപോലെ തന്നെ ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ പാർട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മധുരപലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം ഞാൻ ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ റവയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദയും റവയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഈ ഒരു ഡോ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണയെല്ലാം എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. നമ്മൾ സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആ ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് ഈ ഒരു ഡോ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു ഗോതമ്പ് പൊടിയുടെ ബ്രാൻഡിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു ഡോ തയ്യാറാക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. അപ്പം ഞാൻ നമ്മുടെ ഡോ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് നമുക്ക് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഡോ വന്നിട്ട് ഡ്രൈ ആയി പോവാതിരിക്കാനൊക്കെ ഇത് സഹായിക്കും. ഇനിയിപ്പോൾ ഞാനിത് പാത്രം അടച്ചു വെച്ചൊരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു പാല് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-15 കശുവണ്ടിയും 6-7 ബദാമും കൂടി ചെറു ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നട്ട്സ് എല്ലാം നല്ലപോലെ കുതിർന്നതിന് ശേഷം ആ ഒരു ബദാമിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുതിർക്കാൻ വെച്ച വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം ഞാൻ 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പാലിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു പാല് തന്നെയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാലെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാലെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പാലിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പാലിന് നല്ലൊരു കളറൊക്കെ കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുങ്കുമപ്പൂ വന്നിട്ട് തികച്ചും ഓപ്ഷനിലാണ്. കയ്യിലുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാകും, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കശുവണ്ടിയും ബദാമും കൂടിയുള്ള ആ ഒരു പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഒഴിക്കുമ്പോൾ തന്നെ ഈ ഒരു പാല് വന്നിട്ട് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാനൊക്കെ തുടങ്ങും. ഒരുപാട് തിക്കായിട്ട് വരരുത്, കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു പാല് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് പാല് കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പാല് വന്നിട്ട് നല്ലപോലെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതിയാകും, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പാലെല്ലാം നല്ലപോലെ തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പൂരി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിൻ്റെ പേര് വന്നിട്ട് പാൽപൂരി എന്നാണ് കേട്ടോ. നമ്മുടെ പാലിൽ കുതിർന്ന് കിടക്കുന്ന പൂരിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരപലഹാരമാണ്. അപ്പം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഡോയിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു പൂരി വന്നിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള പൂരിയുടെ അത്ര വലിപ്പമൊന്നും വേണ്ട. നമ്മുടെ പാനിപൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൂരിയില്ലേ, ആ ഒരു സൈസിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അത്രയും വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ചപ്പാത്തി പരത്തുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒരേ തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ പൂരിയെല്ലാം ചൂട് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ കൊമള പോലെ വീർത്ത് വരത്തുള്ളൂ. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഘനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനിയിപ്പം ഞാൻ ഇതുപോലൊരു കുപ്പിയുടെ കുഞ്ഞൊരു അടപ്പ് വെച്ചിട്ട് ചെറിയ ചെറിയ റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം നിങ്ങൾക്ക് ചെറിയൊരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ബാക്കി വരുന്ന മാവ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അടുത്ത ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഈ ഒരു മാവും കൂടി ചേർത്ത് പരത്തിയെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ചെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു പൂരിക്ക് പരത്തുന്ന സമയത്ത് തന്നെ ഞാൻ എണ്ണയും കൂടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയെല്ലാം ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂട് കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ നമ്മുടെ പൂരി വന്നിട്ട് നല്ല കൊമള പോലെ പുള്ളി വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന ഒരു പൂരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 4-5 പൂരിയൊക്കെ ഒരേ സമയം ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നമ്മളിതിപ്പോൾ എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഇതെല്ലാം നല്ല കൊമള പോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സാധാരണ പൂരി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ മാവ് കുഴയ്ക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് ഒരേ കനത്തിലൊക്കെ ഒന്ന് പരത്തി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കൊമള പോലെ വീർത്ത പൂരി നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് കൊണ്ട് പൂരിയെല്ലാം അങ്ങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പൂരിയെല്ലാം ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാല് വന്നിട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പൂരി നമുക്കിതിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്കിതിൻ്റെ പുറത്ത് ഒരു ലെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാൽപൂരി വന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോഴത്തേക്കും പാലും കൂടി ചേർത്താണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പാനിപൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൂരിയുടെ നടുഭാഗത്ത് ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് പാനി ഒഴിച്ചാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പാലിൽ നല്ലപോലെ കുതിർത്ത് വെച്ചാണ് നമ്മളിത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരപലഹാരമാണ് ഈ ഒരു പാൽപൂരി എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഈ ഒരു പാൽപൂരി സെർവ് ചെയ്യാനായിട്ട്. ഈ ഒരു പാലോട് കൂടി വേണം നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരപലഹാരമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു മധുരപലഹാരമാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്.
അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.